ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? രാവിലെ എണീക്കുമ്പം തന്നെ അച്ചുവിനെ കൊണ്ടുപോകാൻ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാവേ. ഇന്ന് ശ്രീകുട്ടിയായിരുന്നു കേട്ടോ കൊണ്ടുപോയത്. അവനെ തിരിച്ച് കൊണ്ടാക്കാൻ വന്നതാട്ടോ ഇത്. അവൻ ഒരു തരത്തിലും എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. അവളെ കൂടെ പിന്നെയും പോകാൻ വേണ്ടിയായിരുന്നു കേട്ടോ. പറ്റി പിടിച്ചിരിക്കുകയായിരുന്നേ. അവസാനം എങ്ങനെയൊക്കെയോ അവനെ പിടിച്ചെടുത്തു. മഴയില്ലാത്തതുകൊണ്ട് അച്ചുവും ഏട്ടനും കൂടെ റൈഡിന് പോകാറുണ്ട് കേട്ടോ വണ്ടിയെടുത്ത്. ഇന്ന് നോക്കിയപ്പോൾ അതിൻ്റെ റിമോട്ട് കാണുന്നില്ല. അത് തിരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഇവർ രണ്ടുപേരും. അതിൻ്റെ ഇടയിൽ അച്ചു ഏട്ടൻ്റെ കാലൊക്കെ പിടിച്ച് വലിക്കാൻ നോക്കുന്നുണ്ട്. പെട്ടെന്ന് അവൻ മുന്നോട്ട് ഓടിട്ടോ. ഞാൻ പേടിച്ചു പോയി. എങ്ങനെയൊക്കെയോ പോയി അവനെ പിടിച്ചിങ്ങോട്ട് കൊണ്ടുപോന്നേ. കാല് പിടിച്ച് വലിക്കുമ്പോൾ ഏട്ടൻ അവനെ നിലത്തിട്ടിട്ട് വലിക്കാൻ തുടങ്ങിയേ. എത്ര കിട്ടിയാലും അവൻ പഠിക്കൂല. അവൻ പിന്നെയും ഏട്ടൻ്റെ വഴിയേ ചൊറിഞ്ഞുകൊണ്ട് പോവും. എന്തായാലും വളരെ ആത്മാർത്ഥതയോടെ അച്ഛൻ ആ റിമോട്ട് തപ്പിക്കൊണ്ടിരിക്കുക കേട്ടോ. ഏട്ടൻ ശ്രീകുട്ടീൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുകയാണേ കണ്ടീനോന്ന്. അവൾ കണ്ടില്ല പറഞ്ഞു. പക്ഷേ ഏട്ടൻ അച്ചുവിൻ്റെ കളിക്കുന്ന സാധനങ്ങളൊക്കെ വെക്കുന്ന ഡ്രോ നോക്കിയപ്പോൾ അതിലുണ്ടായിരുന്നു കേട്ടോ റിമോട്ട്. അങ്ങനെ അതും കൊണ്ട് ഇവർ രണ്ടാളും കൂടെ റൈഡിന് പോയേ. എനിക്ക് തോന്നുന്നത് ധ്രുവീൻ്റെ അടുത്തേക്ക് അവർ രണ്ടുപേരും കൂടെ ഇന്ന് പോയെന്നാണേ. ഇന്ന് ധ്രുവീൻ്റെ അനിയൻ്റെ നൂലുകെട്ടുണ്ട് കേട്ടോ. അവർ തിരിച്ച് വന്നതിന് ശേഷം ഞാനും ഏട്ടനും കൂടെ വാവയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നേ. ഞായറാഴ്ച ആയതുകൊണ്ട് കടകളൊക്കെ കുറവായിരുന്നു കേട്ടോ. പക്ഷേ ചാത്തമംഗലത്ത് ഒരു കട തുറന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്നാണ് എടുത്തത്. കടയിൽ നിന്ന് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ആ കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചു ഏതാ യൂട്യൂബ് ചാനലെന്ന്. അപ്പം ഞാൻ പേരൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവിടെ നിന്ന് തന്നെ അവനെ കൊണ്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്യിച്ചു കേട്ടോ. പിന്നെ കുട്ടികളെ ഒരുപാട് കളക്ഷനൊക്കെ അവിടെ ഉണ്ടായിരുന്നേ. അതുകൂടാതെ നല്ല കസ്റ്റമർ സർവീസും ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കംഫേർട്ടായിട്ട് അവിടുന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയേ. വേറെ ഒന്നും വാങ്ങാനില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് വേഗം തിരിച്ചു വന്നു കേട്ടോ. വീട്ടിലെത്തിയിട്ട് വേണം ധ്രുവീൻ്റെ പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ വരുന്ന വഴിക്ക് ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ടോ. അവർക്കിന്ന് വേറെ എവിടെയോ എന്തോ ഒരു ഫങ്ഷനും കൂടെ ഉണ്ട്. ഞാൻ ക്യാമറ ഓണാക്കുന്നത് കണ്ടിട്ട് ഭയങ്കര ഡീസൻ്റ് ആയിട്ടിരിക്കുകയായിരുന്നേ മൂപ്പര്. ക്യാമറ ഓഫാക്കിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഓഫാക്കിയില്ലേ, ഇനി നല്ല വീഡിയോ ഇടണം കേട്ടോ എന്ന്. ഓക്കെ സെറ്റ് എന്നും പറഞ്ഞ് ഞാൻ അവിടുന്ന് പോന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് എത്താനായേ. ഞങ്ങളവിടെ എത്തിയപ്പം ശ്രീകുട്ടി മോനും ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഇനി റെഡി ആവാൻ വേണ്ടിയിട്ട്. സാധാരണ വീഡിയോൻ്റെ മുന്നിലേക്ക് വരാൻ മടിയുള്ള ആളായിരുന്നേ നീനു. പക്ഷേ ഇന്ന് സുന്ദരി ആയതുകൊണ്ട് ഇന്ന് എന്തായാലും എടുക്കണേന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണേ. പോകുമ്പോഴാണ് കാടിൻ്റെ ഉള്ളിൽ ഹെൽമെറ്റും ഇട്ടിട്ട് ഇളയച്ചനെ കണ്ടത്. എന്ത് ചെയ്യാന്നൊന്നും അറിയില്ല. എനിക്ക് ഹായൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോകുമ്പോൾ ധ്രുവീനെ കണ്ടിട്ടോ. ധ്രുവി മുണ്ടും കുർത്തിയൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ടായിരുന്നേ നിൽക്കുന്നുണ്ടായിരുന്നേ. ഞാൻ ആദ്യമായിട്ടാട്ടോ അവൻ ഈ കോസ്റ്റ്യൂമിൽ കാണുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ മോനെ കാണാൻ. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് കയറുകയാണേ. പിന്നെ ഞങ്ങളെ മെയിൻ പരിപാടി ചായ കുടിക്കുകയായിരുന്നു. വല്ലപ്പോഴൊക്കെ അല്ലേ എല്ലാവരുമായിട്ട് കാണുള്ളൂ. അപ്പം ഒരുപാട് കഥയൊക്കെ പറയാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഫോട്ടോഷൂട്ടാട്ടോ അവരുടെ ഫാമിലി. അപ്പം അച്ചു വീട്ടിൽ നിൽക്കുന്നില്ല, ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു അവന് ക്യാമറ കണ്ടിട്ട് അത് കൊടുക്കാൻ വേണ്ടി സോപ്പിടാനൊക്കെ അങ്ങേരെ അടുത്തേക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ കല്ലൊക്കെ പെറുക്കി എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ കളിയായിരുന്നു കേട്ടോ അവന്. പിന്നെ അതാ ധ്രുവി മുണ്ടൊക്കെ മടക്കി കുത്തി അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. അവൻ നടക്കുമ്പോൾ വീണു പോകാതൊക്കെ മടക്കി കുത്തി കൊടുത്താ കേട്ടോ. പക്ഷേ അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ശ്രീകുട്ടീൻ്റെ വീട്ടിലേക്ക് വന്നേ. കല്യാണിക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ശ്രീകുട്ടി ആട്ടോ ഞങ്ങളെ ക്യാമറ. മോൻ ഇടയ്ക്കിടയ്ക്ക് ഫ്രെയിമിലേക്ക് കയറി വരുന്നുണ്ടായിരുന്നേ. പക്ഷേ അതൊന്നും കാര്യമാക്കാതെ ഞങ്ങളെ പ്രോ ഫോട്ടോഗ്രാഫർ അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റേതായിട്ടുള്ള കുറേ ഐഡിയകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്ത് ചെയ്യാനാ. അങ്ങനെ അവർ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് അവരെ വെറുപ്പിച്ചുകൊണ്ട് ഞാൻ അവരെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അച്ചുവിൻ്റെ കൂടെയും അവൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. ഇത് അച്ചുവിൻ്റെ ചെറിയമ്മയാട്ടോ അർച്ചന. അവൾ വരാൻ കുറച്ച് ലേറ്റായേ. അവൾക്ക് ഉച്ചവരെ വർക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അവൾ വന്നിട്ടുള്ളത്. പിന്നെ നീനുവിൻ്റെയും അച്ചുവിൻ്റെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവൻ ചൂണ്ടി കാണിക്കുന്നത് കണ്ടില്ലേ, അത് തേങ്ങയാണ് കേട്ടോ. അവന് ഏതൊക്കെ പറമ്പിൽ തേങ്ങ ഉണ്ട്, ചക്ക ഉണ്ട്, മാങ്ങ ഉണ്ട് എല്ലാം അവനറിയാം.
ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവനോട് അച്ചു എങ്ങനെയാണ് ചിരിക്കുന്നതെന്നൊന്ന് ചോദിച്ചായിരുന്നേ. അപ്പോൾ അവൻ കാണിക്കുന്നതാണ് ഇത്, കണ്ടില്ലേ? നല്ല രസമാണ് അത് കാണാൻ. നമ്മൾ ചോദിച്ചിട്ടുണ്ടേ അവൻ നമുക്ക് ചിരിച്ച് കാണിക്കും കേട്ടോ. പിന്നെ JCB കാണാൻ പോയതാണ്. JCB കണ്ടപ്പം പേടിയായിട്ട് അവൻ ഓടി എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പം ഞങ്ങൾ കഴിക്കാൻ വന്നു കേട്ടോ. വിളിക്കുന്നുണ്ടായിരുന്നു കഴിക്കാൻ വരാൻ പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ പോയി. നല്ല ഫുഡായിരുന്നു. എനിക്കും നീനുവിനും സദ്യ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളിതാ ഇവിടെ ഫോട്ടോ എടുക്കാൻ കൊണ്ടുവച്ചെടുത്ത് വന്നിരിക്കുകയാണ്. ശരിക്കും വെയിലത്ത് ഉണക്കാൻ വെച്ച പോലെ അവൻ ഇരിക്കുന്നത്. എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല, വെയിലത്ത് തന്നെ കളിക്കുക. അവസാനം എടുത്ത് അകത്തേക്ക് കയറ്റിയതാണേ. അവൻ വെയിലത്തേക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര പേടിയാട്ടോ. ഇപ്പോൾ കണ്ണിനെങ്ങാനും കൂടുതലാവുമോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇത് ദച്ചു ആട്ടോ, അച്ചുവിൻ്റെ ഫ്രണ്ടാണ്. അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാട്ടോ ഞാൻ അവിടെ ഒരാളെ കണ്ടത്. ഇത് കണ്ടോ, മണ്ണാച്ചനാണ്. അച്ചുവിന് ആദ്യമൊക്കെ മണ്ണാച്ചനെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഒരു പേടിയില്ല, അതിനെ കൊല്ലാൻ പോവുകയാണ് കേട്ടോ. ഞാൻ വേഗം ആ ഹെൽമെറ്റ് പിടിച്ച് വാങ്ങി. എന്നാലും തപ്പി അവൻ അവിടെ തന്നെ നിൽക്കുകയാണ്. പക്ഷേ ഞങ്ങൾ അടുപ്പിച്ചില്ല അതിൻ്റെ അടുത്തേക്ക്. കുറേ ലേറ്റ് ആയതുകൊണ്ട് ഞാൻ വേഗം അവനെയും കൊണ്ട് പോന്നു കേട്ടോ. ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വേഗം അവനെ ഉറക്കിയേ. പിന്നെ ഉറങ്ങി എണീറ്റപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ശ്രീകുട്ടീൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ കുറച്ചുകൂടെ ഫുഡൊക്കെ കഴിക്കാൻ നോക്കുകയാണ്. പിന്നെ ചായയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിക്കാൻ പോവുകയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടായിരുന്നല്ലോ ഇന്ന്. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വൈശാഖ് വന്നത്. ആദ്യമൊക്കെ വൈശാഖിൻ്റെ അടുത്തേക്ക് ഇവൻ പോയില്ലായിരുന്നു. പക്ഷേ ഇന്ന് കണ്ടപ്പം ചാടി കയറി പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ മാത്രം കറണ്ടില്ലായിരുന്നേ. അപ്പോൾ ശ്രീകുട്ടി KCBയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ചു എന്നെ പോലെ തന്നെയാട്ടോ. അവനൊരിക്കലും വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാൻ പറ്റൂല. അവൻ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോയിക്കൊണ്ടേ നിൽക്കണേ. അതുകൊണ്ട് ഒരാളെ കിട്ടിയാൽ അവൻ വെറുതെ വിടൂലേ. KCBയിലെ ചേട്ടന്മാർ പണിയെടുക്കുന്നതും ഞാൻ വീഡിയോയിലാക്കിയിട്ടുണ്ട് കേട്ടോ. അവരിങ്ങനെ പണിയെടുക്കുന്നത് ശരിക്കും എന്ത് റിസ്ക്കുള്ള പരിപാടിയാലേ. അത് കാണുമ്പോൾ തന്നെ പേടിയാവും. കല്ലു പോവുകയാണ് കേട്ടോ. അവളുടെ വീട് ചെറുവറ്റയാണ്, കുറച്ച് പോകാനുണ്ട് ഇവിടുന്ന്. അപ്പം സന്ധ്യേൻ്റെ മുന്നേ പോവാന്ന് പറഞ്ഞ് അവൾ പോയിട്ടോ. പിന്നെ എനിക്ക് ചൂടെടുത്തപ്പോൾ 2 പേരും വീശി തരികയാണ്. ഭയങ്കര ആത്മാർത്ഥതയല്ലേ നോക്കിയേ, എടുത്ത് പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവർ. ചൂടെടുത്ത് പുകഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാട്ടോ കറണ്ട് വന്നതിന് ശേഷം ഞാൻ അവിടെ നിന്നിട്ടില്ലായിരുന്നു. ഞാൻ വേഗം വീട്ടിലേക്ക് വന്നു. പിന്നെ അച്ചുവിൻ്റെ ചെണ്ടക്കൊട്ടൊക്കെ കേട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. അവൻ എൻ്റെ അടുത്തും ചെണ്ട കൊണ്ടു തരുന്നുണ്ട് കൊട്ടാൻ വേണ്ടിയിട്ട്. ഇതെൻ്റെ നാത്തൂൻ്റെ മോളാട്ടോ, ആദ്യ എന്നാണ് പേര്. അവൾ വന്നുകൊണ്ട് അച്ചു ഭയങ്കര ഹാപ്പിയാണ്. അവളെ കൂടെ കളിക്കാൻ അച്ചുവിന് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇവർ രണ്ടാളും ഒരുമിച്ച് വന്നാൽ പിന്നെ ഭയങ്കര ബഹളവും കളിയായിരിക്കും കേട്ടോ അവിടെ. അത് കഴിഞ്ഞ് കുറച്ച് ബിസി ആയിരുന്നു ഞാൻ. രാത്രിത്തേക്ക് ചപ്പാത്തി ആയിരുന്നു, അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ഇരുടായതിൻ്റെ ശേഷമാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത്. അപ്പോഴേക്ക് ഇവർക്ക് പോകാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അച്ചുവിന് ഡിന്നർ കൊടുക്കാൻ വേണ്ടി പോയേ. ഇന്ന് കഞ്ഞിയായിരുന്നു കേട്ടോ. ഓരോ ദിവസം ഓരോന്നായിരിക്കും ഞാൻ അവന് കൊടുക്കുക, അല്ലെങ്കിൽ അവൻ വേഗം മടുത്തു പോവേ. പിന്നെ അവൻ ഒറ്റയ്ക്ക് കഴിക്കാനൊന്നും ഞാൻ പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. അവൻ ഒറ്റയ്ക്ക് കഴിക്കുകയാണെങ്കിൽ മൊത്തം തൊഴിച്ചിടും. അതെനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടാവും പിന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ തന്നെ ഫീഡ് ചെയ്യാണ് കേട്ടോ ചെയ്യാറ്. പക്ഷേ അച്ചുവിന് ഒറ്റയ്ക്ക് കഴിക്കാനാട്ടോ ഇഷ്ടം. കഴിക്കുമ്പം പകുതി നിലത്ത് പോവും. അതിനും നല്ലത് ഞാൻ കൊടുക്കുന്നതല്ല. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അതൊക്കെ ശരിയാക്കി എടുക്കാമെന്നാട്ടോ ഞാൻ വിചാരിച്ചേ. കഞ്ഞി കുടിച്ചതിന് ശേഷം അച്ഛൻ്റെ കൂടെ അവൻ പുറത്തേക്കൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് വന്നപ്പം ഞാൻ അവനൊന്ന് ഫ്രഷ് ആക്കി എടുത്തു. പിന്നെ വേഗം ഉറക്കിട്ടോ. ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. പിന്നെ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ ബൈ.